Good evening, all. Good evening. Good evening. ആരെയും കാണുന്നില്ലല്ലോ, ശബ്ദം കേൾക്കാം. എന്റെ വോയിസ് ക്ലിയർ അല്ലേ? കേൾക്കാലോ എല്ലാവർക്കും? കേൾക്കാം. കേൾക്കാം, ക്ലിയർ ആണല്ലേ? ഓക്കെ. ആ. എല്ലാരും എന്താ പറയാ, ഈ ഒരു സമയമായതുകൊണ്ട് എന്താ പറയാ, എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ പോകുന്നൊരു ഇതിലാണോ എല്ലാരും? കിടക്കാൻ പോകുന്നൊരു സമയമായിട്ടുണ്ടോ? ലേറ്റ് ആയി പോയിട്ടുണ്ടോ? നമ്മൾ GCC-ക്കാരും കൂടെ ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഇത്ര ലേറ്റ് ആയിട്ട് നമ്മുടെ വെബിനാർ വരുന്നത്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് മനോജ് കുമാർ. അതുകൊണ്ട് എന്താ പറയാ, നമ്മുടെ ക്യാമറ ഓൺ ചെയ്ത് ഓൺ ചെയ്തിരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടോ? അതുകൊണ്ടാണോ ആരും കാണാത്തത്? ബിസി ആണോ, കിച്ചണിലാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുകളിലൊക്കെ ആണോ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ, ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് കേട്ടോ. ഹലോ, മാം കേൾക്കാൻ പറ്റുന്നുണ്ട്. കേൾക്കാം. താങ്ക് യു ഖുഷ്ബു മാം ഫോർ ജോയിനിങ്. അപ്പോ നമ്മളുടെ ഇന്നത്തെ സെഷൻ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച്. താങ്ക് യു ഷെമി മാം, ശോഭന മാം, ഹൗ ആർ യു? എന്തൊക്കെയാണ്? സീനത്ത് മാം എവിടെയാണ്? ദുബായിലാണോ? അതെ ഇവിടെ 7:30 ആയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു തിരക്കുണ്ട്. ഓക്കെ 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 ഓക്കെ. അതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാത്തത്. സീനത്ത് മാം, കുറച്ച് ആളുകളൊക്കെ കാണുന്നുണ്ട്. കാണുമ്പോ എന്താണെന്നറിയാം, നമുക്ക് പരിചയമുള്ള ആളുകളെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഒരു ഹാപ്പിനെസ് ആണ്, സന്തോഷമാണ്. അപ്പൊ അങ്ങനെ അതർവൈസ് ഞാൻ എന്താണ്, ചിലപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് കാണുക, സ്ക്രീനിൽ കാണുക, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ക്യാമറ ഓൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടൊന്നും ആരും ഓൺ ചെയ്യണ്ട, എന്തായാലും നിങ്ങളുടെ പ്രസൻസ്. ഓക്കെ. അനില മാം, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ് മാം. അപ്പോ നമ്മളുടെ ഇന്നത്തെ സെഷൻ ഗോൾ സെറ്റിംഗ് ആണ് അല്ലേ? ഇന്നത്തെ നമ്മളിപ്പോ പണ്ടത്തെ കാലത്തെ പോലും നല്ല, പണ്ടത്തെ കാലത്തെ പോലെ അല്ലാന്നല്ല, എല്ലാവർക്കും വളരെ സ്പെസിഫിക് ആയിട്ട്, ഇപ്പൊ ലേഡീസ് ആണെങ്കിലും അല്ലേ, ഇനിയിപ്പോ ഓൾറെഡി ഒരു ജോലിയൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഒരു ബെറ്റർ ലൈഫ് ലീഡ് ചെയ്യാൻ, ഒരു ബെറ്റർ സിറ്റുവേഷനിലേക്ക് പോകണം, ഒന്നുകൂടെ മെച്ചപ്പെടുത്തണം. എപ്പോഴും നമ്മൾക്ക് ഓൾവേസ് ഒന്ന് മെച്ചപ്പെടണം. അത് ഇന്ന ഏരിയ എന്നൊന്നുമില്ല. ഗോൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് എന്താ ഒന്ന് ടൈപ്പ് ചെയ്തേ. ഗോൾ എന്ന് പറയുമ്പോൾ എന്താ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക്, ഗോൾ സെറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഒരു മൈൻഡിലേക്ക് വരുന്ന ഒരു കൺസെപ്റ്റ് എന്താ? ടൈപ്പ് ചെയ്യണമെന്നില്ല, ഇനി അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യാം. ഗോൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിലൊക്കെ പങ്കെടുക്കുക, അല്ലെങ്കിൽ ഗോളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് പറയും, പെട്ടെന്ന് എന്താ വരിക? എയിം. എയിമാണ്. സുനീറ മാം എന്തോ പറയുന്നുണ്ട്. ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ട്? ഗോൾ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിലെന്താണ് പെട്ടെന്ന്? എയിമാണ് നമ്മളെ എന്താണ്? ആവാനുള്ള ഒരു ആഗ്രഹം, ചെയ്യാനുള്ള ഒരു ആഗ്രഹം. പുതിയതായിട്ട് എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാനുള്ള ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുള്ള ഒരു ആഗ്രഹമാണ് അല്ലേ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാന്ന് പറഞ്ഞാല് നമ്മുടെ ലൈഫിനെ ഒന്നുകൂടെ മെച്ചപ്പെടുത്തുന്നത്. നമുക്ക് എപ്പോഴും ലൈഫിനെ മെച്ചപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് നല്ലൊരു സെറ്റപ്പ് വേണം. അപ്പൊ എപ്പോഴും എല്ലാവരും ഗോൾ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ്, അല്ലെങ്കിൽ ഇത്ര അച്ചീവ് ചെയ്യണം, ഇത്ര നേടിയെടുക്കണം എന്നുള്ള ഒരു ഇതിലേക്കാണ് നോർമലി ആളുകൾ പോകാറുള്ളത്, നോർമൽ കേസിൽ പോകാറുള്ളത്. പക്ഷെ അത് ചിലർക്ക് ഒരു ജോബ് റിലേറ്റഡ്, കരിയർ റിലേറ്റഡ് പൊസിഷൻ ആവാം, പിന്നെ അതിൽ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് പലരും ചെയ്യാറുള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? യെസ് ഓർ നോ? സെറ്റ് ചെയ്തിട്ടുണ്ടോ? ക്യാമറ ഓൺ ചെയ്യുന്നത് യെസ് ചെയ്തിട്ടുണ്ട്. യെസ്. ഇനി ഗോൾ സെറ്റ് ചെയ്യാത്തവരുണ്ട്? ഒട്ടും അങ്ങനെ ഒരു സംഭവം ഇതുവരെ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ? ഒരു ഗോൾ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടോ? ചെയ്തിട്ടില്ല എന്നാണോ ഷെമി മാം പറയുന്നത്? ചെയ്തിട്ടില്ല എന്നാണോ, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നാണോ? ഓക്കെ. എന്തായാലും അധികം ആളുകൾ എനിക്ക് റെസ്പോൺസ് കിട്ടിയിട്ടുള്ളത് യെസ് എന്നാണ്, ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? എന്നാല് ഞാൻ ചോദിക്കട്ടെ, ഈ സെറ്റ് ചെയ്ത ഗോളുകൾ അപ്പാടെ, അല്ലെങ്കിൽ അപ്പാടെ മീൻസ് കംപ്ലീറ്റ്ലി അല്ല, ഓരോന്നായിട്ടല്ലേ, 1 by 1 ആയിട്ട് അച്ചീവ് ചെയ്ത് അങ്ങനെ കയറി പോകാൻ പറ്റാറുണ്ടോ?
എല്ലാം അച്ചീവ് ചെയ്തിട്ട്? ഇല്ല. ഇല്ല. അതിനുവേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, അത് എൻഷുർ ചെയ്യാറുണ്ട്. ആ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. അതിന്റെ ആക്ഷൻ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്, ആക്ഷൻ ഓൺ ദ വേ ആണ്, അച്ചീവിങ് ആണ് അല്ലേ? ഗ്രേറ്റ്. അപ്പോ ഗ്രേറ്റ്. എന്നാല് നമ്മളിപ്പോ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ എന്താ പറയാ, ഗോൾസ് എന്ന് പറയുന്ന ബ്രാൻഡ് റേസിന്റെ ഒരു വർക്ക് ഉണ്ട്. ഗോൾസിൽ ഏറ്റവും വളരെ ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും ഞാൻ പറയുന്നില്ല, ഒരുപാട് വർക്ക് വേറെ ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഗോൾസ് എന്ന് പറയുന്ന വർക്കിൽ അദ്ദേഹം പറയുന്നുണ്ട് 95% ഓഫ് ദ പീപ്പിൾ, അല്ലെങ്കിൽ പോപ്പുലേഷൻ, അല്ലെങ്കിൽ പീപ്പിൾ തന്നെ അല്ലെ, 95% ആളുകളും എന്താണ്, അവർക്ക് ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ലക്ഷ്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് അല്ലെ, ഇന്നതായി തീർന്നുള്ളത്. പക്ഷെ ഗോൾ സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ള ആ ഒരു ആഗ്രഹിച്ച, നമ്മൾ പറയില്ലേ ആഗ്രഹിച്ച ജീവിതം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയാനല്ലേ ചെയ്തത്, ആഗ്രഹിച്ച ഒരു ജീവിത സാഹചര്യങ്ങളിലേക്ക് എത്തുന്ന ആളുകൾ എന്ന് പറയാം ഓൺലി 5% ആണ്. ഓൺലി 5% ആണ്. എന്നാൽ 95% ആളുകൾക്കും അങ്ങനെ എത്താൻ കഴിയാറില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഫാക്ടുകളായിരിക്കാം. എന്തുകൊണ്ടാണ്? അവിടെ പറയുന്ന ഒരു റീസൺ എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഈ 5% ആളുകളാണ് ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ്, അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് കിട്ടിയിട്ട് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട്, നമ്മൾ സ്മാർട്ട് ഗോൾ എന്ന് പറയും അല്ലെ, സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ സ്പെസിഫിക്, ആ സ്പെസിഫിക് എന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലർക്കും നമ്മൾ ഒരു തോണിയിൽ കയറിയിട്ട് രണ്ട് സൈഡിലേക്കും തുഴഞ്ഞാടൊരു അവസ്ഥ എന്താ? ഒരാൾ ഒരു അറ്റത്തുനിന്ന് ഒരു സൈഡിലേക്ക് തുഴയുന്നു, മറ്റേ ആള് മറ്റേ സൈഡിലേക്കും തുഴയുന്നു. എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? സ്റ്റക്കാവും. സ്റ്റക്കാവും. ആ തോണി അവിടെ സ്റ്റക്കായി നിൽക്കും, അങ്ങോട്ടും പോകില്ല ഇങ്ങോട്ടും പോകില്ല. അതാണ് ഞാൻ കഴിഞ്ഞ സെഷനിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു മങ്കിയുടെ കാര്യം. നമ്മളെങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കാതെ ഇങ്ങനെ ചാടിക്കളിക്കുന്ന ഒരു മങ്കി മൈൻഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേപോലെയാണ് പലരുടെ ആഗ്രഹങ്ങളും. നമ്മളിപ്പോ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ സ്വപ്നം കാണുമ്പോൾ, ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അറിയില്ല എനിക്ക് ശരിക്കും എന്താണ് വേണ്ടത്, അല്ലെ എനിക്ക് ശരിക്കും ആരാണ് ആയിത്തീരേണ്ടത്. ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ കണ്ടിട്ട്, മറ്റുള്ളവരുടെ പോകുന്ന വഴി കണ്ടിട്ട് ആ വഴി ഒന്ന് പോയി നോക്കാം, അതായിരിക്കില്ലേ, അതെനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ്, അവിടെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി അല്ലെ, എന്നാ അത് വഴിയെ ഞാനൊന്ന് പോയി നോക്കാം. അപ്പോഴായിരിക്കും ഇപ്പുറത്ത് വേറൊരാള് അതിനേക്കാൾ ഭംഗിയായിട്ട് വേറൊരു വഴിയിലൂടെ പോയിട്ട് സൂപ്പറായിട്ട്, എന്താണ് അനില മാം, എന്തോ ഒരു ഫീലിംഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? കറക്റ്റ് ആണ് മാം പറഞ്ഞത്. എന്റെ എന്നെ ലൈഫിൽ പറ്റിയാണോ തോന്നുന്നുണ്ട്, അതാണ് ഞങ്ങളൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? അതായത് അങ്ങനെ ഒന്ന് കാണുമ്പോൾ നമുക്ക് യെസ്, അതാണ്, അതുപോലെയാണ് ചെയ്യേണ്ടത്, അത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, അതൊന്ന് ചെയ്ത് നോക്കട്ടെ. അപ്പത്തേക്ക് എന്തായി, ഒരു തോണി തുഴഞ്ഞിങ്ങനെ പോകുമ്പോഴാണ് ഇപ്പൊ ആ തോണിയിൽ ഇങ്ങോട്ടൊരു പോസ് പോവുകയാണ്. അപ്പൊ രണ്ടും ഇങ്ങനെ, താങ്ക് യു ഖുഷ്ബു മാം ഫോർ കമ്മിങ് ഓൺ ദ വീഡിയോ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു നമ്മുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡിന് ആ ഒരു പവർ നമുക്ക് അറിയാലോ, നമ്മൾ അതിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഒരു സംശയം, ശരിക്കും ഇയാൾക്ക് എങ്ങോട്ടാ പോണ്ടേ? ആ ഒരു സംശയമായിരിക്കും ശരിക്കും. ഞാൻ ഇയാളെ നമ്മൾ ഓൾറെഡി ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ തയ്യാറായി നിൽക്കുക കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിന്റെ പ്ലാനൊക്കെ ആക്കി സെറ്റാക്കി നമ്മൾ റെഡി ആയിട്ട് ആക്ഷൻ ഒക്കെ എടുത്ത് ഇങ്ങനെ തുടങ്ങുമ്പോൾ അങ്ങ് കൊണ്ടുപോകാൻ റെഡി ആകുമ്പോഴാണ് നമ്മുടെ മൈൻഡ് ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് ചാടാം അല്ലെ. ആ സമയത്ത് ഇയാൾക്ക് ഒരു സംശയം ഉള്ളിലുള്ള ആൾക്ക്, എങ്ങോട്ടാ ഞാൻ ഇയാളെ കൊണ്ടുപോവാ അല്ലെ. നമ്മളൊരു ടാക്സിയിൽ കയറിയിട്ട് സ്റ്റോറികൾ കേട്ടിട്ടുണ്ടാവും, കൃത്യമായിട്ട് വഴി പറഞ്ഞു കൊടുക്കാതെ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെ. അവിടെ എന്ത് കിട്ടുന്നില്ല, നമുക്ക് ക്ലാരിറ്റി ഇല്ല. നമ്മുടെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കൊരു ക്ലാരിറ്റി കിട്ടാതെ നമ്മൾ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് അവിടെയാണ് ഈ ഒരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാതായി പോകുന്നത്, ഈ ഒരു വടംവലിയൊക്കെ നടക്കുന്നത്. അപ്പൊ ഈ 5% ആയിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം അവർക്ക് എന്താണ് വേണ്ടത്, അവർക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരത് നേടിയെടുക്കുകയും ചെയ്യും. അവരുടെ ഫോക്കസ് എന്ന് പറയും, ആ ഒരു ഫോക്കസ് കൃത്യമായിട്ട് അതിലാണ് ഉള്ളത്. ഇതിപ്പോ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോൾട്ട് ഒന്നുമില്ല. നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ആളുകൾ കൃത്യമായ ഗോൾ സെറ്റ് ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ടോപ്പിക്. അതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്, നമ്മൾ പോലും അറിയാത്ത, നിങ്ങൾ പോലും അറിയാത്ത ഇതിന് കാരണമാകുന്ന, ഈ പിന്നിലേക്ക് വലിക്കുന്ന, അല്ലെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ ഇങ്ങനെ എന്താ പറയാ, ചാടിക്കളിക്കടാ കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് ചാടിപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവം നമ്മളുടെ ഇതിനുള്ളൊരു റീസൺ ഉണ്ട് എന്നാ പറയുന്നത്.
ആ റീസൺ കൊണ്ടാണ് നമുക്ക് ശരിക്കുള്ള ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇനി ചെയ്തു കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ചാഞ്ചാട്ടം വന്ന് അതിലേക്ക് എത്താൻ കഴിയാത്തത്. ഓക്കെ, ഇനി ചിലപ്പോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇനി സെറ്റ് ചെയ്ത ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? അതും ചിലപ്പോൾ നേടാൻ കഴിയാതെ അല്ലെ, ഒരു ഹാഫ് വരെയൊക്കെ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യും, അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അച്ചീവ് ചെയ്യാനും കഴിയില്ല. ഒന്ന് നമ്മൾ പറഞ്ഞു നെവർ സെറ്റ് ഗോൾ, അവർ ഗോൾ സെറ്റ് ചെയ്യുന്നില്ല, ഗോൾ നേടാതിരിക്കാൻ കാരണം ഒന്ന് ഗോൾ സെറ്റ് ചെയ്യുന്നില്ല. രണ്ടാമതായിട്ട് ഒരു പക്ഷേ ആ സെറ്റ് ചെയ്ത ഗോൾ കിട്ടുന്നില്ലെങ്കിൽ അതിന് കാരണം അവര് സെറ്റ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ഗോൾ ആയിരിക്കും. എന്താ നെഗറ്റീവ് ഗോൾ എന്ന് പറഞ്ഞാല്? നെഗറ്റീവ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗോൾ. നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗോൾ അല്ലെങ്കിൽ മെഷറബിൾ അല്ലാത്ത എന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നെഗറ്റീവ് ഗോൾ എന്ന് പറയുമ്പോൾ അതായത് നമ്മളുടെ ഗോളിന് പിന്നിലും ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കണം. ഞാൻ എന്തിനാണ് ഈ ഗോൾ അച്ചീവ് ചെയ്യുന്നത്? ഒരു റീസൺ ഉണ്ടായിരിക്കണം, ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് എഴുതാൻ, അല്ലെങ്കിൽ ദിസ് ഇസ് മൈ ഗോൾ, ഇതാണ് എൻ്റെ ഗോൾ, ഇത്ര വർഷം കൊണ്ട് അല്ലെ ഇന്ന വർഷത്തിനുള്ളിൽ അല്ലെ ഞാൻ ഇന്ന ആളായി തീരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഇത്ര പണം സമ്പാദിക്കുന്ന സമയത്ത്, എൻ്റെ ആരോഗ്യം ഞാൻ ഇത്ര ഈ രീതിയിലാക്കുന്ന സമയത്ത്, അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ എ പോസിറ്റീവ് പർപ്പസ്. അതൊരു പോസിറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ഇന്റൻഷൻ സെറ്റ് ചെയ്യുക. നമ്മൾ എല്ലാത്തിനും നിയത്തി വെക്കാന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു ഇന്റൻഷൻ. ഒരുപാട് പണം ഉണ്ടാക്കാനുള്ള ഗോൾ എനിക്കുണ്ട്, പക്ഷെ എനിക്ക് ആർഭാടമായിട്ട് മതിമറന്ന് ഉല്ലസിച്ച് ജീവിക്കാൻ ആണോ? അത് അതിനൊരു ഭാഗമാണെങ്കിൽ ഈ പണം കൊണ്ട് എനിക്ക് ഈ പണം ഏതെല്ലാം രീതിയിലാണ് ഞാൻ ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതും കൂടെ നമുക്ക് അതിന്റെ കൂടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ വലിയൊരു സ്ഥാപനം കെട്ടി, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ എനിക്ക് വലിയൊരു ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യണം, ആ ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് എനിക്ക് ക്യാഷ് ഉണ്ടാക്കാൻ, അങ്ങനെയല്ല. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള അവിടെ ഒരു പർപ്പസ്, ഒരു ഇന്റൻഷൻ. അപ്പൊ ആ ഇന്റൻഷൻ നെഗറ്റീവായി പോകാൻ പാടില്ല. അത് മാത്രല്ല, നെഗറ്റീവ് ആകാന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുണ്ട് അല്ലെ, ഏതെങ്കിലും ഒരാളുണ്ട് എന്ന് വിചാരിച്ചോ, അയാളല്ലേ ഒന്ന് കാണിച്ചു കൊടുക്കണം. അയാളില്ലേ അയാളെക്കാൾ ഭംഗിയായിട്ട് ഞാൻ ഈ ഗോൾ നേടിയെടുത്തല്ലേ, ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് അയാളുടെ ബിസിനസ്, അയാൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ബിസിനസ് കൊണ്ടുപോയി, ഒരു ഷോപ്പ് കൊണ്ടുപോയി സ്റ്റാർട്ട് ചെയ്തിട്ട്, ഒരു സ്ഥാപനം കൊണ്ടുപോയി തുടങ്ങിയിട്ട് അതിനേക്കാൾ മെച്ചത്തിൽ ഞാൻ ആകും, അതാണ് നിങ്ങളുടെ ഒരു ഇന്റൻഷൻ എങ്കിൽ ഇറ്റ്സ് എ നെഗറ്റീവ് ഗോൾ. അതൊരു നെഗറ്റീവ് ഗോളാണ്. അവിടെയും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നത് കൊണ്ടും ആളുകൾക്ക് ഒരു എക്സാമ്പിൾ ആട്ടോ ഞാൻ പറയുന്നത്. നെഗറ്റീവ് ഗോൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ നെഗറ്റീവ് ഗോൾ ആയി പോകുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാറില്ല? ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാറില്ല. ഇനി നെഗറ്റീവ് ഗോൾ എന്നുള്ളതല്ല, ഇനിയിപ്പോ ഗോളൊക്കെ സെറ്റ് ചെയ്തു, നല്ല പോസിറ്റീവ് ഗോളാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളെ സഹായിക്കണം, ഒരുപാട് ആളുകളുടെ ലൈഫിലേക്ക് വെളിച്ചം കൊടുക്കണം, ഒരുപാട് ആളുകൾക്ക് ഞാനൊരു ഗോൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഇത്രയും ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടായിട്ട് എനിക്ക് പാവപ്പെട്ട ആളുകൾക്ക് ഇന്ന രീതിയിലൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം, അവരെ സഹായിക്കണം എന്നൊക്കെയാണ് എൻ്റെ ലക്ഷ്യം. അത് പോസിറ്റീവാണ്. പക്ഷെ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്തിട്ടും ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നത് ബാക്കി നിങ്ങൾ പറഞ്ഞേ, കിടക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള ഇന്റൻഷൻ ആണെങ്കിൽ, യെസ്, നെഗറ്റീവ് ആയിട്ടുള്ള ഇന്റൻഷൻ. അത് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പോസിറ്റീവ് ഇന്റൻഷനോട് കൂടി ഒരു ഗോൾ സെറ്റ് ചെയ്തു, പക്ഷെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ബിലീഫ്, യെസ്, ഗ്രഡ്ജ് ഫീലിംഗോ എന്തോ ആവട്ടെ, നമ്മുടെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു ലിമിറ്റിംഗ് ബിലീഫാണ്. നമുക്ക് തന്നെ നമ്മുടെ ഒരു വിശ്വാസം പോരാ. വലിയ ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്തിട്ട് ഇതെനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യുന്ന ഒരുപാട് വിശ്വാസങ്ങളാണ് ഉള്ളിലുള്ളതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആളുകൾ ഗോൾ സെറ്റ് ചെയ്യാതിരിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഒന്നുകിൽ അവരുടെ അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ജീവിത സാഹചര്യം, അവൾ പറഞ്ഞു അല്ലെ, അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകൾ, ചുറ്റിലുള്ള ആളുകള്, അല്ലെങ്കിൽ അവർക്ക് അവര് വളർന്നു വന്ന സാഹചര്യം, ഇതിലൊന്നും എന്താണ് ഗോൾ എന്നോ അല്ലെങ്കിൽ എന്തിനാണ് ഇത് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു അവയർനെസ്സോ കാര്യങ്ങളോ അല്ല. ഒരു വെള്ളത്തിൽ ഒഴുകുന്ന ഒരു വെള്ളത്തിൽ ഒരു തടി ഇട്ടാൽ ആ തടി ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ ആ ഓളത്തിനനുസരിച്ചുള്ള ഒഴുക്കിൽ ചിലപ്പോൾ നമ്മളങ്ങനെ ഇപ്പോഴൊരു അവയർനെസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ അങ്ങനെ ഒഴുകി പോയിട്ടുണ്ട് ലൈഫിൽ, ഇല്ലേ? അങ്ങനെ പലപ്പോഴും ഒഴുകി പോയതായിട്ട് അറിയാണ്ട് നമ്മളൊക്കെ അറിയില്ലായിരുന്നു, അങ്ങനെ ഒഴുകി എവിടേക്കോ എത്തിപ്പോയവരൊക്കെ ഇല്ലേ?
ഉണ്ട് അല്ലേ? അവിടുന്ന് ചിലപ്പോ ഒരു തങ്ങല് വന്നാൽ എന്തെങ്കിലും വള്ളിയിലൊക്കെ കുടുങ്ങിയാൽ ചിലപ്പോൾ നമ്മൾ അവിടെ കുടുങ്ങി കിടക്കും, കുറച്ച് സ്റ്റക്കായി ഇങ്ങനെ കിടക്കും. പിന്നീട് എങ്ങനെങ്കിലുമൊക്കെ ആ ഒരു ഉന്തലും തള്ളലൊക്കെ വന്നിട്ട് ആ വെള്ളം ഒന്നൊഴുകുമ്പോൾ ഒരു മൂവ്മെന്റ് കിട്ടിയിട്ട് ചിലപ്പോൾ ഒന്നുകൂടെ മുന്നോട്ട് പോകും അല്ലേ? അങ്ങനെ ചിലപ്പോൾ എവിടേക്കോ എത്തിയിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് അറിയില്ലായിരുന്നു. ഡയറക്റ്റ് ഒരു നല്ലൊരു വഴിയുണ്ട്, ആ വഴിയിലൂടെ പോയാൽ ഇന്നടത്തെത്താം, അതിലിങ്ങനെയാണ് പോവേണ്ടത്. അങ്ങനെ അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാതൊക്കെ പോകാറുണ്ട്. യെസ് ഓർ നോ? അങ്ങനെയാണോ? അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ശരിയാണ്, സ്റ്റക്ക് ആവാറുണ്ട്. സ്റ്റക്ക് ആവാറുണ്ട്. ലൈല മാമിനെ ഞാനൊന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ടേ, എനിക്ക് സൗണ്ട് കയറി വരുന്നോണ്ടാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ സ്റ്റക്കായി പോവാനും ഗോൾ സെറ്റ് ചെയ്യാതിരിക്കാനും. ഇനി ഇങ്ങനെ ഗോൾ സെറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ അതിലേക്ക് എത്തുന്നില്ലെങ്കിൽ അവിടെ നമ്മളെ തടയുന്ന കാര്യങ്ങൾ നമ്മൾ വിളിക്കുന്ന ഒരു ഓമനപ്പേരുണ്ട്. ഒരു ഓമനപ്പേര്, എനിക്ക് ഇഷ്ടമുണ്ടാവില്ല അതിനെ, ഡ്രീം കില്ലേഴ്സ് എന്ന് പറയും നമ്മൾ. നമ്മളെ സ്വപ്നത്തെ ഈ ഡ്രീം കില്ലേഴ്സിന്റെ, നമ്മൾ ആരെയാ ഡ്രീം കില്ലേഴ്സ് ആയിട്ട് കാണാം? നിങ്ങളൊക്കെ ഉള്ളിൽ ഉണ്ടാവും ഒരു ഡ്രീം കില്ലർ എന്ന് പറയുന്ന ഒരു, ചിലപ്പോൾ അതൊരു വ്യക്തി ആയിരിക്കാം അല്ലേ? നമ്മളറിയാം അയാളാണ് അല്ലെങ്കിൽ അവളാണ് അല്ലേ, അയാൾ എൻ്റെ ലൈഫിലേക്ക് വന്നോ അന്ന് തുടങ്ങിയതാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയെ ഞാൻ എന്ന് കണ്ടുമുട്ടിയോ അന്ന് തുടങ്ങിയതാണ് എൻ്റെ സ്വപ്നത്തെ നശിപ്പിച്ച. അപ്പൊ നമ്മുടെ ഒരു കൺസെപ്റ്റിൽ നമ്മുടെ ഡ്രീം കില്ലർ എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള, എനിക്ക് എപ്പോഴാണോ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് അന്ന് തുടങ്ങിയ കഷ്ടകാലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എന്തിനെങ്കിലും ഒന്നിനൊന്ന് ബ്ലെയിം ചെയ്തിട്ട് പറഞ്ഞോളൂ. അങ്ങനെ പറയാറില്ലേ, വിധിയാണെന്ന് പറയാറില്ലേ? അതൊക്കെ ഒരു അപ്പൊ അതും ആശ്വാസത്തിന് നമ്മൾ അങ്ങനെ പറയുന്നതാണ്. വിധി എന്നൊക്കെ ഒരു സംഭവമൊക്കെ കുറേശ്ശൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അതിനൊക്കെ മാറ്റിമറിക്കാനുള്ള മരുന്നും അല്ലേ, നിങ്ങൾ എന്നോട് ചോദിച്ചോളൂ, Excuse ആണ്. ആ വിധിയെ മാറ്റിത്തരാന്നൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്കും പോകാം, പക്ഷെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടുള്ള വഴി കാണുന്ന രീതിയിൽ ബുദ്ധിയും വിവേകവും വെളിച്ചവും കഴിവും എല്ലാം ഒരുക്കി തന്നിട്ട് അതിലേക്കൊന്ന് നോക്കുക പോലും ചെയ്യാണ്ട് നമ്മൾ നിന്നിട്ട് വിധിയാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഉണ്ടോ? പിന്നെ എല്ലാം നഷ്ടപ്പെടുമ്പോ ഒരു ആശ്വാസം, ഒരു സമാധാനം, ഒരു വിധി. അതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ തകർത്തേനെ. അതെ, അതൊക്കെ ഒന്ന് കണക്കാക്കി പോയിട്ടുണ്ട്, തലയിൽ ഒരു വര വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മളൊന്ന് അങ്ങ് ആശ്വസിക്കൂ അല്ലേ? എന്നാല് നമ്മൾ പലപ്പോഴും നമ്മളെ ഡ്രീം കില്ലേഴ്സ് ആയിട്ട് വരുന്നത് പലപ്പോഴും നമ്മുടെ ഇതും ഒരു വിശ്വാസമാണ്, നമ്മുടെ ഒരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡാണ്, അല്ലെങ്കിൽ ഒരു പെസിമിസ്റ്റിക് ബിലീഫാണ്. അതായത് എല്ലാം നല്ല രീതിയിൽ എല്ലാവർക്കും ഇപ്പൊ ഇത് കിട്ടുമോ, എല്ലാവർക്കും ഇത് കിട്ടും, അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ സ്വപ്നങ്ങളും വരുമോ? സംഭവം ശരിയാണ്, എല്ലാവരും കാര്യങ്ങളും നടക്കുന്നില്ല. നടക്കാതിരിക്കാനുള്ള കാരണം ഇതാണ്. നിങ്ങൾ തന്നെ, ഞാൻ തന്നെ ഇപ്പൊ ഇതിൽ ഓരോരുത്തരും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര പേര് കൃത്യമായിട്ട് ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി സെറ്റ് ചെയ്തവരുണ്ടാകും, പക്ഷെ ഉണ്ടെങ്കിൽ കൂടി അച്ചീവ് ചെയ്തവരുണ്ടാകും, ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടാകും, ഓൺ ദ വേ ആയിട്ടുള്ളവരുണ്ടാകും, ഒഴിവാക്കിയവരുണ്ടാകും, പല രീതി കൺസിസ്റ്റൻസി ഇല്ലാതെ പോകുന്നവരുണ്ടാകും, ഒരുപാട് ആളുകൾ ഉണ്ടാവും, പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും. യെസ് ഓർ നോ? ഉണ്ടാവില്ലേ? ഐ മൂവ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ലേസിനെസ് എന്ന് പറയുന്നുണ്ട് ഷാനി മാം. യെസ്, അതൊരു കാരണമാണ്, പക്ഷെ അതിന് പിന്നിൽ വേറെ കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മളൊരു പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് കാരണോ അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് ഉണ്ടാവും, ചിലപ്പോൾ സെൽഫ് ഡൗട്ട്, സ്വന്തത്തിൽ തന്നെ ഒരു സംശയം, എന്നെക്കൊണ്ട് നമുക്ക് തന്നെ, ബാക്കിയുള്ളവർ പറയുന്നത് പോട്ടെ, ബാക്കിയുള്ളവര് എന്നെക്കൊണ്ട് ഇതൊക്കെ നടക്കുമെന്ന് ബാക്കിയുള്ളവർ ചോദിക്കുന്ന പോട്ടെ, നമുക്ക് തന്നെ സംശയ അല്ലേ? നമുക്ക് ആദ്യം നമ്മളിൽ വിശ്വാസം വേണ്ടത് ആർക്കാ? നമുക്ക് നമുക്ക് തന്നെയാണ് അല്ലേ? നമുക്ക് ആ വിശ്വാസം ഇല്ലെങ്കിൽ, എനിക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മെസ്സേജ് എന്താണെന്നറിയോ? ഞാൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ, അല്ല എന്നെ നിങ്ങൾ വിശ്വസിക്കണ്ട കേട്ടോ, ഇതൊന്നും നടക്കൂല, ഞാനിങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറയും, പക്ഷേ ഇതൊന്നും നടക്കാൻ പോണില്ല. അപ്പൊ ആ സെൽഫ് ഡൗട്ട് ഉള്ള ആള് പുറത്തേക്ക് എന്നെ കൊടുക്കുന്ന ഒരു ബിലീഫാണത്. അപ്പൊ ആ ബിലീഫാണ് മറ്റുള്ളവർക്ക് നമ്മളെ കുറിച്ച് ഉണ്ടാവുക. അപ്പൊ ആ ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ ആദ്യം മാറ്റണം. ആ ബിലീഫ് സിസ്റ്റത്തെ എങ്ങനെയാ മാറ്റുക? അതിനെവിടെയാ വർക്ക് ചെയ്യുക? ബിലീഫ് സിസ്റ്റം മാറ്റാനും ആദ്യം തന്നെ പോയി ഗോൾ സെറ്റ് ചെയ്താൽ മതിയോ? അതാണ് ഞാൻ എൻ്റെ വോയിസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എവിടെ തുടങ്ങണം എന്നുള്ളത്. ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എവിടെ തുടങ്ങണം? ആദ്യം പേപ്പറും പെന്നും എടുക്കണം അല്ലേ? അങ്ങനെയാണോ? മെന്റലി നമ്മൾ അതിനു വേണ്ടി റെഡി ആവണം. യെസ്,
അതാണ് നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് ആൻഡ് മൈൻഡ് സ്റ്റേറ്റ് രണ്ടും ഉണ്ടല്ലോ. അതിൽ നമ്മൾ കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അതിലൊരു മാറ്റം വരുത്തിയിട്ട്, അല്ലാതെ വെറും പേപ്പറിൽ റിട്ടൺ ആയി ചെയ്തത് കൊണ്ട് മാത്രം. ഒരുപാട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു പ്രോസസ്സ് നടക്കും, ഇറ്റ്സ് ഓക്കെ. അല്ലാതെ വൺസ് ഒരു തവണ എഴുതി വെച്ചത് കൊണ്ട് ഇവിടെ മാറ്റങ്ങൾ വരൂല. ആ മാറ്റങ്ങൾക്കൊപ്പം വേറെയും ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെ ഒരു പ്രോസസ്സാണത്. ആ പ്രോസസ്സിലൂടെ ഇങ്ങനെ കടന്ന് പോകുമ്പോഴാണ് നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വരാം, നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ മാറ്റം വരാം. അതിൽ സെൽഫ് ലവും ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഒന്നും രണ്ടും ഒന്നുമല്ല. ഇപ്പൊ നിങ്ങൾ ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടാവും. ഞാൻ തന്നെ നടത്തിയിട്ടുണ്ട് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ്. അതിൽ പങ്കെടുത്തിട്ട് അച്ചീവ് ചെയ്തവരും ചെയ്യാത്തവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ സെഷനിൽ വന്നിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1-2 പേര്. അവരതില് വിഷൻ ബോർഡിൽ വെച്ച കാര്യങ്ങൾ അച്ചീവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് 1-2 കാര്യങ്ങൾ, പക്ഷെ ചെയ്യാത്തത് കൊണ്ട്. അതേസമയം ഓൾറെഡി നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്, അതുകൊണ്ടാണ് ഇത്തവണ നമ്മൾ ആ ഗോൾ സെറ്റിംഗ് മാത്രമായിട്ട് നമ്മൾ ഒരാൾക്കും കൊടുക്കുന്നില്ല. നമ്മുടെ കോഴ്സ് ഒരിക്കലും നമ്മൾ ഗോൾ സെറ്റിംഗ് മാത്രമായിട്ട്, കാരണം പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് യെസ് ഇത് മാത്രം പോരാ, ഗോള് മാത്രം സെറ്റ് ചെയ്ത് വിട്ടാൽ പോരാ ആളുകളെ. അതിന് പിന്നില് വേറെയും കുറെ പ്രോസസ്സ് നടന്നിട്ട് ഈ ഖുശ്ബുമൻ പറഞ്ഞ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, മൈൻഡിനുള്ളിൽ കിടക്കുന്ന കുറെ കാര്യങ്ങൾ, ഈ സെൽഫ് ഡൗട്ട് പോലെയുള്ള, ലിമിറ്റിംഗ് ബിലീഫ് പോലെയുള്ള, അല്ലെങ്കിൽ എന്താ പറയാ നമ്മളുടെ അതേപോലെ വേറെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയാവുന്ന, നമ്മളങ്ങനെ പിടിച്ചു നിർത്തുന്ന മൈൻഡ് സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന കാര്യം ഉണ്ടോ? ഒന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാനുണ്ടോ? യെസ്, എക്സാക്ട്ലി. ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ട്. പരാജയപ്പെടുമോ? പാസ്റ്റ് എക്സ്പീരിയൻസ്. എക്സാക്ട്ലി. എപ്പോഴെങ്കിലും ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി പരാജയപ്പെട്ടിട്ടുണ്ടാകും. ആ പരാജയപ്പെട്ട ആ ഒരു ട്രോമ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഇപ്പോഴും ഉള്ളിൽ ഉണ്ടാകും അല്ലേ? അത് മുന്നോട്ട് വേറൊരു ബിസിനസ്സുമായിട്ട് വരുന്ന സമയത്ത് നിനക്ക് ഓർമ്മയില്ലേ, നീ അല്ലേ കഴിഞ്ഞ തവണ കൊണ്ടുപോയി ഇത്രയും അല്ലെ? അത് വീട്ടുകാർ പറയുന്നത് വേറെ, വീട്ടുകാർ പറയുന്നത് അവർക്ക് അതിനെ കുറിച്ച് അവയർനെസ് ഇല്ലാന്ന് വിചാരിക്കാം. നമുക്ക് തന്നെ നമ്മളൊരു വിശ്വാസം ഇല്ലാതെ നമ്മൾ തന്നെ നമ്മളെ പുറകോട്ട് വലിക്കാന്ന് പറയുമ്പോൾ എന്ത് വിചാരിച്ചെല്ലാം എടുത്തു ചാടി ചെയ്യണമെന്നൊന്നും അല്ലട്ടോ ഞാൻ പറയുന്നത്. ഒരു കാൽക്കുലേഷൻസും കൂടാതെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, എനിക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് എല്ലാം അല്ലെ ഒന്ന് പൊട്ടി അടുത്തത് അങ്ങനെ പോകണം എന്നല്ല ഞാൻ പറയുന്നത്. അവിടെ എന്ത് ചെയ്യണം നമ്മള്? വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ട്, അപ്പൊ ആ ഒരു ഫിയർ ഓഫ് ഫെയിലിയറിനെ നമ്മൾ മറികടക്കുക, ആ ഒരു പരാജയ ഭീതിയെ മറികടക്കണമെങ്കിൽ ആ പാസ്റ്റ് എക്സ്പീരിയൻസ്, ഇവര് പറഞ്ഞ ഫിയർ ഓഫ് ഫെയിലിയറിനെ, ഷാനിമാൻ പറഞ്ഞ ഫിയർ ഓഫ് ഫെയിലിയറിനെ മറികടക്കണമെങ്കിൽ ഇവിടെ മുഹമ്മദ് സർ പറഞ്ഞിട്ടുള്ള പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ ഹീല് ചെയ്ത് അല്ലെ, അതിൽ നിന്നുണ്ടായ ട്രോമയെ ഹീല് ചെയ്ത് അവിടെ നമ്മൾ വേറൊരു വിശ്വാസം, വേറൊരു ബിലീഫ് സിസ്റ്റം, വേറൊരു കാര്യം നമ്മൾ അവിടെ പകരം വെച്ചു കൊടുക്കണം. ആ വെച്ചു കൊടുക്കല് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റിംഗ് പ്രോസസ്സ് കൊണ്ടോ നടക്കുന്ന കാര്യം, അതൊരു പ്രോസസ്സാണ്, ഒരു ലോങ് പ്രോസസ്സാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള നമ്മുടെ മൈൻഡ് പ്രോഗ്രാമിംഗ് ആയിട്ടുള്ള, മൈൻഡ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള, മൈൻഡ് ട്രാൻസ്ഫോമിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് കൊടുക്കാനുണ്ട്. അത് നമ്മൾ ആ എക്സ്പീരിയൻസിനെ എടുക്കേണ്ടി വരും, അതിനെ ഹീല് ചെയ്യേണ്ടി വരും. പിന്നീട് നമുക്ക് എന്താണോ വേണ്ടത് അതിനെ നിരന്തരം അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ നമുക്കുള്ള ഉള്ളിലുള്ള ഗ്രഡ്ജ് ഫീലിങ്സ് അതിനൊക്കെ ഫൊർഗിവ് ചെയ്ത് കളയേണ്ടി വരും. അത് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ മെഡിറ്റേഷൻസിലൂടെ, വിഷ്വലൈസേഷൻസിലൂടെ, പോസിറ്റീവായുള്ള അഫർമേഷൻസിലൂടെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, ഇത് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ കഴിയുമെങ്കിൽ, ഈ ഒരു പ്രോസസ്സ് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്യുക. ഇറ്റ് വിൽ ഹെൽപ്പ് യു, നിങ്ങളെ സഹായിക്കും മെഡിറ്റേഷനിലൂടെ. അതും ആ ഒരു കൃത്യസമയമൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ് സെഷനിൽ പറഞ്ഞ പോലെ ഒരു കൃത്യമായ സമയത്തൊക്കെ നമ്മുടെ ഹാബിറ്റ് ആക്കി മാറ്റുക. നമ്മൾ ആ ഹാബിറ്റ് ആക്കി മാറ്റുന്ന സമയത്ത് അപ്പൊ പെട്ടെന്ന് തുടങ്ങുമ്പോൾ നമ്മളോട് പറയും, നീ ഇതല്ലട്ടോ, നീ 5 മണിക്ക് എഴുന്നേക്കേണ്ട ആളല്ലട്ടോ, എന്ത് സുഖം ഒരു 7 മണി വരെയൊക്കെ കിടന്ന് ഉറങ്ങാന്, നിനക്ക് ആ സുഖം വേണ്ടേന്ന് ചോദിക്കും. അതിനെ നമ്മൾ ഓവർകം ചെയ്ത് നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് ഉള്ളിലുള്ള ആക്കൊരു സംശയം, ഇവൻ അതായിരുന്നോ അല്ല ഇവൻ ഇതാണോ, ഇതാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ പിന്നെ ഇതിലേക്ക് നമ്മൾ
നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിലേക്ക് മാറുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അതർവൈസ് അതിന് നിങ്ങൾക്ക് ആരുടെങ്കിലും സഹായം വേണമെങ്കിൽ അവരുടെ സഹായം തേടുക. ഒന്ന് സ്വയം ചോദിക്കുക, ആർക്കാ എന്നെ സഹായിക്കാൻ പറ്റുക? ഞാൻ എവിടെ അല്ലേ, അങ്ങനത്തെ പോസിറ്റീവ് കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും, ചിലപ്പോൾ അങ്ങനത്തെ കോഴ്സുകൾ ഉണ്ടാവും. അല്ല, അതിന് ഇത് വെറുതെയാണോ നമ്മൾ ചിലപ്പോൾ അതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടി വരും. അപ്പൊ ആ ഒരു പ്രോസസ്സ് അതൊരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ വെറും ഗോൾ സെറ്റിംഗ് എന്നുള്ളതൊന്ന് ഒഴിവാക്കിയിട്ട് നമ്മുടെ കോഴ്സ് തന്നെ കംപ്ലീറ്റ്ലി ഹീൽ യുവർ മൈൻഡ്, ഫീൽ യുവർ സോൾ ആൻഡ് ഡീൽ യുവർ ലൈഫ് എന്നുള്ള രീതിയിൽ ഒരു 3 ഇതിലൂടെ കടന്നു പോയിട്ട് അങ്ങനെ ഒരു ഇത് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ മാറിയത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ആ പാസ്റ്റ് എക്സ്പീരിയൻസിനെയും അതേപോലെ ഫിയർ ഓഫ് ഫെയിലിയർ ഉണ്ടാവും, ഫിയർ ഓഫ് റിജക്ഷൻ ഉണ്ടാവും, മറ്റുള്ളവർ നമ്മളെ നിരസിക്കോ. ഞാനൊരു ഐഡിയയുമായിട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ഹാരി പോട്ടർ പബ്ലിഷ് ചെയ്യാൻ പോയ സമയത്ത് JK റൗളിങ്ങിനെ കൃത്യമായിട്ട് എത്ര തവണയെന്ന് ഞാൻ ഓർക്കുന്നില്ല, പല തവണ നിരസിച്ചിട്ടുണ്ട്. പബ്ലിഷ് ചെയ്തിരുന്നില്ല ഹാരി പോട്ടർ, പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, അതൊന്നിനും പറ്റാത്ത വർക്കാണെന്ന് പറഞ്ഞ് പല തവണ നിരസിച്ചിട്ടുണ്ട്. പക്ഷെ ആ ആൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഫൈനലി വേൾഡ് റിനൗൺഡ് ആയിട്ടുള്ള, വേൾഡ് ഫേമസ് ആയിട്ട് ഒരു വർക്കായിട്ട് ഹാരി പോട്ടർ വന്നത്, JK റൗളിംഗ് ഫേമസ് ആയത്. അതേപോലെ നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരു സ്റ്റോറിയാണ് നമ്മുടെ എന്താ പറയാ, എഡിസന്റെ സ്റ്റോറി. തോമസ് ആൽവ എഡിസൺ തൗസൻഡ്സ് ഓഫ് ടൈംസ് പലതവണ പരാജയപ്പെട്ടിട്ടും അല്ലേ, ആ പരാജയത്തിൽ നിന്നും ആ പരാജയപ്പെടുമ്പോൾ പലരും ചോദിക്കുക, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോ അല്ലേ, എത്ര തവണയും പരാജയപ്പെടുമ്പോൾ വേറെ പണിയൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓരോ തവണ ചെയ്യുമ്പോഴും ഇത് ഇങ്ങനെ അല്ലാന്ന് പഠിക്കുക ഞാൻ. അപ്പൊ ആ പരാജയത്തിൽ നിന്നൊരു ലെസൺ ഉൾക്കൊള്ളുകയാണ്. പക്ഷെ അതേസമയം ആ മൈൻഡ് സെറ്റ് ഇല്ലാത്ത, അതിന് വേറൊരു കാരണം ഉണ്ടായിരുന്നു കേട്ടോ. തോമസ് ആൽവ എഡിസന് 1000 തവണ പരാജയപ്പെട്ടപ്പോഴും മുന്നോട്ട് വരാൻ പറ്റിയത് എന്തുകൊണ്ടാ? നിങ്ങൾ പറ. സെൽഫ് കോൺഫിഡൻസ് ഉണ്ട്. സെൽഫ് കോൺഫിഡൻസ് എവിടുന്ന് കിട്ടി? ആര് ഓരോ കൊടുത്തു? തവണ മദറാണ്. മദർ. സ്റ്റോറി അറിയില്ല. യെസ്. തോമസ് ആൽവ എഡിസന് സ്കൂളിൽ നിന്നും ആ ഒരു സ്റ്റോറി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. മകൻ ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ കൊടുത്ത്, ഇതേ ഒരു എക്സ്പീരിയൻസ് എനിക്കൊന്ന് ഐൻസ്റ്റീനോ വേറെ ഒരാൾക്കും കൂടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ഇതേ എക്സ്പീരിയൻസ് അല്ല, ഇതേപോലെ മകന് ബുദ്ധി കുറവാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ഈ ഒരു കേസ് തോമസ് ആൽവ എഡിസന്റെ തന്നെയാണ്. എഡിസൺ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായപ്പോ വീട്ടിലേക്ക് ഈ കത്ത് കൊണ്ടുവരുന്ന സമയത്ത്, ആ സ്റ്റോറി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട കാര്യമില്ല, അമ്മ ആ കത്ത് വായിച്ചിട്ട്, കത്ത് വായിക്കാനുള്ള ഒരു അറിവ് പോലൊന്നും എഡിസൺ ഇല്ല, ഈ കത്ത് വായിക്കാനുള്ള അറിവില്ല, അത് അമ്മയ്ക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് കൊടുത്തിട്ട് അമ്മ അത് വായിച്ചിട്ട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? നിന്റെ ബുദ്ധിക്കും വിവരത്തിനും വിവേകത്തിനും അനുസരിച്ച് ഇത് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കില്ലാത്തത് കൊണ്ട് നിന്നെ ഇവിടെ ഇരുത്തി നല്ല രീതിയിൽ പഠിപ്പിക്കാൻ. അപ്പൊ ആ കുട്ടിക്ക് ഉണ്ടായ ഒരു വിശ്വാസം എന്താ? ആ കുട്ടിക്ക് എന്താ കിട്ടിയത്? നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞ കോൺഫിഡൻസ് ആണ്, സെൽഫ് കോൺഫിഡൻസ്. ഇത് അമ്മയിൽ നിന്ന് കിട്ടി, അല്ലെ ചെറുപ്പത്തിൽ കിട്ടി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നോർമൽ കേസിൽ ഇപ്പൊ ഞാനും ചെയ്തിട്ടുണ്ടാകാം, ഇപ്പത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു കത്തുമായിട്ട് നിങ്ങളുടെ കുട്ടി വന്നാൽ നിങ്ങൾ എന്താ പറയാ? ഇങ്ങനെ ഒരു ഇത്ര ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നതാണ്, നിനക്കെന്താ പഠിച്ചൂടെ? നീ അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടീനെ നോക്ക്, എന്താ അവനെ പോലല്ലേ നീ? ഇത് പൈസ വെറുതെ കിട്ടിയാ? ഇത് ഈ പൈസ മരത്തുമെന്ന് പറിച്ചിട്ടാണോ നിനക്ക് ഇത്രയും ഫീസ് കൊടുത്തത്? ഈ എന്താ മനസ്സിലാക്കിയേ? ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ആ കുട്ടിയെ എങ്ങനെ സപ്രസ് ചെയ്യാവോ, എങ്ങനെ കുട്ടിയുടെ കോൺഫിഡൻസ് കൊന്ന് പണ്ടാറടക്കിന്ന് പറയാം, ആ രീതിയിൽ കൊല വിളിച്ച് കുട്ടീനെ കൈ കൊടുക്കും. ആ കുട്ടി പിന്നെ ഒരിക്കലും തോമസ് ആൽവ എഡിസൺ 1000 തവണ ബൾബ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഒരു തവണ പോലും ശ്രമിക്കൂല. അപ്പൊ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പാരന്റ്സിന് നമ്മളോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, ഒരുപാട് സ്നേഹമുണ്ട്. നമ്മൾ എപ്പോഴും സ്നേഹിക്കുന്ന, നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, നമ്മളെ കാണുമ്പോൾ അത്രയും പരസ്പര ആശ്വാസമുള്ള നമ്മുടെ പാരന്റ്സിൽ നിന്നും നമുക്കും കിട്ടിയിട്ടുണ്ടാകാം. ഈവൻ എനിക്ക് കിട്ടിയിട്ടുണ്ടാകാം, നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ടാവാം. കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ? അങ്ങനെ ഉണ്ടെങ്കിൽ യു ആർ ലക്കി. അപ്പൊ അത് അവിടെ അങ്ങനെ ഒരു സംഭവം അവിടെ കിടപ്പുണ്ട്.
അപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മുടെ മുമ്പിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ സംഭവം. ആൽബർട്ട് എഡിസന്റെ ലൈഫിൽ സംഭവിച്ചപ്പോ അദ്ദേഹം മാനസികമായിട്ട് തളർത്തിയിട്ടില്ല അമ്മ. അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു ഇത് നമ്മൾ വളരെയധികം നമുക്കിത് കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നല്ല, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമുക്കും കുട്ടികളുണ്ട്. ഈ ഒരു അപ്രോച്ച് നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാലും ദർ ഓൾസോ ഹാപ്പൻസ് ദ സെയിം. അതുകൂടെ നമ്മളൊരു പാരന്റിങ്ങും കൂടെയാണ്. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കും. നമ്മളെപ്പോഴും നമ്മളെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് ട്രോമയുണ്ട്, എന്റെ ട്രോമ ഹീൽ ചെയ്യണമെന്ന് പറഞ്ഞ് പാഞ്ഞു കിടക്കുമ്പോൾ ഒരിക്കലും ഇതേ ട്രോമ ഇതിങ്ങനെ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്തു പോന്നാന്ന് പറയുന്ന പോലെ കിട്ടുന്ന ഒരു സംഭവം. അത് അവരെ വിക്റ്റിമാണ്, അവർക്കും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെങ്കിലും ഈ ഒരു അവയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ കൈമാറ്റം ചെയ്യാതെ അത് കളയുക, അതിനെ എടുത്ത് ഹീൽ ചെയ്ത് കളയാം. അതുകൊണ്ടാണ് അല്ലെ അവിടെയാണ് നമുക്ക് ആ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ഫോക്കസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന് പിന്നിൽ. ഗോൾ സെറ്റ് ചെയ്താലും നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയാത്ത പ്രൊക്രാസ്റ്റിനേഷൻ വരുന്നുണ്ട്, പെർഫെക്ഷനിസം വരുന്നുണ്ട്. ആ പെർഫെക്ഷനിസം വരുന്നതുകൊണ്ട് ഉള്ളിൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടാവും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, കുട്ടിക്കാലത്തൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെ നമ്മള് നല്ല ആവേശത്തിൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരു കാര്യം ചെയ്ത് എന്തെങ്കിലും പേപ്പർ കൊണ്ടൊക്കെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വരുമ്പോ, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുമ്പോ, അല്ലെങ്കിൽ ഈവൻ നമ്മൾ LKG കുട്ടികളൊക്കെ ആയ സമയത്ത് എന്തെങ്കിലും എഴുതുന്ന സമയത്ത് തന്നെ ഒരു വൃത്തി ഇല്ലാണ്ട് എഴുതിയിട്ടുണ്ട്, കുറച്ചുകൂടെ വൃത്തിയാക്കി ഇത് കൂടെ എനിക്ക് ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നുണ്ടോ, നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്കൊരു ഒരു പേടിയല്ലേ, ഞാൻ ചെയ്ത് പെർഫെക്റ്റ് ആയില്ല. ആ പെർഫെക്ഷനിസം സ്റ്റിൽ ദെയർ, അതിപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. യെസ് ഓർ നോ? നിങ്ങൾ ഇതിനോട് യോജിക്കണം എന്ന് ഞാൻ പറയില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? യെസ് ഓർ നോ? ചെറിയ മക്കളാണെന്നുള്ളത് നമ്മൾ മറക്കും പലപ്പോഴും. നമ്മളെ ഒരു ലെവലില് അവരെഴുതണം എന്ന് നമ്മൾ വാശി പിടിക്കാറുണ്ട്. ഡെഫിനറ്റ്ലി ആ, യെസ്. അവിടെയാണ് എക്സാക്ട്ലി കുസുമ. അവിടെ നമ്മുടെ ആ ഒരു അങ്ങനെയാണ് പെർഫെക്ഷനിസം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെ പിടികൂടും. അങ്ങനെ ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ 10 മണിയായാലും നിങ്ങൾക്ക് നിർത്തിപ്പോകാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ലോസ് ഓഫ് സെൽഫ് എസ്റ്റീം ഉണ്ടാകും അവിടെ. നമുക്ക് നമ്മളെ കുറിച്ചൊരു സെൽഫ് എസ്റ്റീം ഇല്ലായ്മ, സ്വയം മതിപ്പില്ലായ്മ. കാരണം എന്താ? അവിടെ കമ്പാരിസൺ വന്നു. നീ നോക്ക് അപ്പുറത്തെ വീട്ടിലെ കുട്ടി, അല്ല ഇപ്പുറത്തെ വീട്ടിലെ കുട്ടി, നിന്റെ ഏട്ടനെ നോക്ക്, അനിയനെ നോക്ക്, അമ്മായിന്റെ മോളെ നോക്ക്, അമ്മോന്റെ മോളെ, അവിടെ കമ്പാരിസൺ വന്നു. അപ്പൊ ഉള്ളിലുള്ള ഫീലിംഗ് എന്താണ്? സെൽഫ് എസ്റ്റീം ഇടിഞ്ഞ് തരിപ്പണമായി താഴെ വീണ് പോയി. ഇനി അതില്ല. പിന്നെ നമുക്ക് എപ്പോഴും നമ്മളെ ഒന്നിനും കൊള്ളൂല എന്നുള്ള ഒരു തോന്നലും, നമുക്കൊരു സെക്യൂരിറ്റി മൈൻഡ് സെറ്റ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് സെക്യൂരിറ്റി ഫീൽ ചെയ്യില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളൊരു തോന്നലൊക്കെ വരും. പിന്നെ നമ്മൾ എന്താണോ എനിക്ക് സേഫ് ആയിട്ടുള്ളത്, എനിക്കിപ്പോ സേഫ് 8 മണി വരെ, ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവൂല, അതുകൊണ്ട് ഞാൻ അത് നീട്ടി വെക്കും, എനിക്ക് എന്നെ കുറിച്ച് മതിപ്പില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് സുഖം തരുന്ന അല്ലെങ്കിൽ തൽക്കാലം ഒപ്പിച്ചു പോകാൻ പറ്റുന്ന നിലവിലുള്ള കംഫർട്ട് സോണിൽ ഞാൻ അങ്ങനെ നിൽക്കും. യെസ് ഓർ നോ? യെസ് ഓർ നോ? കംഫർട്ട് സോണിൽ നിൽക്കാൻ റിസ്ക് എടുക്കണ്ടല്ലോ. അവിടെ റിസ്ക് എടുക്കണ്ടല്ലോ. അവിടെ പെർഫെക്റ്റ് ആയോ ഇല്ലെന്ന് ആരും ചോദിക്കൂലല്ലോ, ഇല്ലേ? അവിടെ ഒരു കാര്യം തുടങ്ങിയാലല്ലേ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത പ്രശ്നമുള്ളൂ. തുടങ്ങിയില്ലെങ്കിൽ എന്ത് പ്രൊക്രാസ്റ്റിനേഷൻ, എന്ത് കമ്പാരിസൺ? ഒന്നുമില്ല. ഞാൻ എന്റെ കംഫർട്ട് സോണില് അവിടെ നമ്മൾ പറയാം എന്തൊക്കെയാ വിശേഷം, അങ്ങനെ പോണു, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു, വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ നമ്മൾ നമ്മുടെ ഗോളിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അങ്ങനെ എനിക്കൊരു ഗോളും വേണ്ട, ഒരു സാധനം വേണ്ട, നീ ഇങ്ങനെ അങ്ങ് പോയാ മതി എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ പോകും. അവിടെയാണ് നമ്മൾ അവസരം കിട്ടിയാലും ഗോൾ സെറ്റ് ചെയ്യോ ഇല്ല. യെസ്, വി വിൽ ഫൈൻഡ് റീസണിങ് ടു നമ്മൾ അങ്ങനത്തെ റീസൺസ് കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ രക്ഷിതാക്കളുടെ പ്രതീക്ഷകൾ, നമ്മുടെ സോഷ്യൽ എക്സ്പെക്ടേഷൻ ഉണ്ടാകും, പാരന്റൽ എക്സ്പെക്ടേഷൻ ഉണ്ടാകും. അപ്പൊ അവര് പ്രതീക്ഷിക്കുന്ന ഒന്നായിരിക്കും. ചിലപ്പോൾ അതിനു വേണ്ടി നമ്മുടെ പല സ്വപ്നങ്ങളും, അല്ലെ, എന്റെ സ്വപ്നങ്ങൾ തച്ചുടച്ച് കഴിഞ്ഞു നമ്മൾ ആശ്വാസത്തിന് ഇങ്ങനെ പറയും. ചിലപ്പോൾ ഫാമിലിയിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാകും. അവസാനമായിട്ട് ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മളുടെ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് ആ ഒരു സംഭവം നമ്മളിലേക്ക് വരുന്നേയില്ല. ഇത് വരണമെങ്കിൽ, ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ, ഇത് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പണി പേപ്പറും പെന്നും എടുത്ത് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, അതിന് മുന്നേ നമ്മൾ തുടങ്ങണം.
അല്ലെ? വെറുതെ ഒരു പറമ്പിൽ പോയിട്ട് വിത്തിട്ട് കഴിഞ്ഞാല് മുളയ്ക്കോ? എന്റെ കയ്യിൽ വിത്തുണ്ട്, നടാൻ പറമ്പുണ്ട്, കുറെ വളവും വെള്ളവും വെച്ച് ഏതെങ്കിലും ഒരു പറമ്പിൽ കൊണ്ടുപോയി വിത്തിട്ടാ മുളയ്ക്കോ? മുളയ്ക്കുണ്ടാവും, പക്ഷേ ആ നമ്മൾ മണ്ണൊരുക്കണം. അല്ലെ? നല്ല കൃഷിക്കാർക്കറിയാം മണ്ണൊരുക്കണം. അതേപോലെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ മനസ്സൊരുക്കണം, മൈൻഡ് സെറ്റ് മാറ്റണം. അതിനാണ് ഞാൻ ഇനി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ബാക്കിയുടെ പറയാണ്. അതിനാണ് ഞാൻ എൻ്റെ കോഴ്സിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സൊരുക്കി റെഡിയായി തയ്യാറാക്കി എല്ലാ ട്രോമാസിനെയൊക്കെ ഒന്ന് ഹീല് ചെയ്ത് നമ്മുടെ ആ ഒരു നമ്മുടെ സോൾ മൈൻഡ് സെറ്റ്, നമ്മുടെ സോളിനെ അറിഞ്ഞുകൊണ്ട്, നമ്മുടെ അനുഗ്രഹങ്ങളെ അറിഞ്ഞുകൊണ്ട്, നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കിക്കൊണ്ട്, നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫിനെ, ഫിയർ ഓഫ് ഫെയിലിയറിനെ, പാസ്റ്റ് എക്സ്പീരിയൻസിനെ, ട്രോമാസിനെ ഹീല് ചെയ്ത് കളഞ്ഞുകൊണ്ട്, നമുക്ക് ആ റിയലൈസേഷൻ വരുത്തിക്കൊണ്ട് അവയർനെസ്സോട് കൂടി ഗോൾ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനും അത് അച്ചീവ് ചെയ്യാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെയും ലൈലയുടെ ഇന്ന് ഇല്ല കേട്ടോ, സെഷനിലില്ല. ലൈലയ്ക്ക് ഇന്ന് കുറച്ച് നമ്മുടെ വേറൊരു സെഷനുമായിട്ട് ചെറിയൊരു തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഷീസ് നോട്ട് ദെയർ ഇൻ ദ സെഷൻ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓൾറെഡി ജോയിൻ ആയ ആളുകൾക്ക് മെഡിറ്റേഷൻ ചെയ്ത് കൊടുത്ത് നമ്മൾ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതാണ്ട് കുറച്ച് ആളുകൾ ജോയിൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ആളുകൾക്ക് നമ്മൾ പേഴ്സണൽ മെൻറ്ററിംഗ് ഒക്കെ തരാമെന്ന്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള പേഴ്സണൽ കോച്ചിങ് തരാമെന്ന്. അപ്പൊ അങ്ങനെയുള്ള 1-2 സീറ്റുകൾ കൂടെ ബാക്കിയുണ്ട്. ബാക്കിയുള്ള സീറ്റൊക്കെ ഫില്ലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു 5:30 മെഡിറ്റേഷനിലൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളോട് കൂടി. അപ്പൊ കോഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 10-ാം തീയതി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ കോഴ്സിന്റെ ഫീസ് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുണ്ട്. 21 ഡേയ്സ് എന്താ പറയാ ആക്ടിവിറ്റിയോട് കൂടിയുള്ള ഒരു ഫോളോ അപ്പും 21 ഡേയ്സ് കഴിഞ്ഞാൽ മെഡിറ്റേഷന്റെ ആക്സസ് കാര്യങ്ങളെല്ലാം. പിന്നെ എന്താ പറയാ, അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം ഞാൻ പറയുന്നില്ല. അത് എവിടെയായാലും എനിക്കറിയാം ഇത്രയും ആളുകൾ ഇത്രയും നേരം കേട്ടിരുന്നിട്ട് ഇപ്പോ കണ്ടോ, ഞാൻ ആ ഒരു നമ്പർ ഇപ്പൊ ഞാൻ കാണുന്നില്ല. കാരണം പലർക്കും ആ ഒരു കോഴ്സിൽ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ രീതി, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകണം. അത് എൻ്റെ അടുത്തു നിന്നായാലും വേറൊരു ആരുടെ അടുത്തു നിന്നായാലും ഈ രീതിയിൽ ഹീൽ ചെയ്ത് ട്രോമാസിനെ കളഞ്ഞ് നല്ല മൈൻഡ് സെറ്റോട് കൂടി, അത് പലപ്പോഴും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി അത് കുറച്ച് ഡീപ്പ് ലെവലില് റൂട്ടിലെ ആ വേരോടെ പിഴുതെടുക്കാന്ന് പറയും. അങ്ങനെ തന്നെ അത് കളഞ്ഞിട്ട് ഒരു പ്രോസസ്സായിട്ട്, ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് സമയാസമയത്ത് വെള്ളം ഒഴിച്ച് വളയിട്ട് തടം കെട്ടിക്കൊടുത്ത് പ്രകാശം ഒക്കെ കൊടുത്ത് അങ്ങനെ കൊണ്ടുപോകണം. ആ രീതിയിൽ ചെയ്യുന്ന അത് എവിടെയാണോ അവിടെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്ത് നോക്കൂ. ഡെഫിനറ്റ്ലി യു ക്യാൻ അച്ചീവ് ഇറ്റ്. അല്ലെ? അവിടെ നിങ്ങളുടെ മണി മാനിഫെസ്റ്റേഷനും അല്ലെ, നിങ്ങളുടെ ആ ഒരു ഓപ്പൺ നിങ്ങളുടെ അല്ലെ, നിങ്ങൾക്ക് ഒരു അഫർമേഷൻ തരാൻ ഞാൻ നിങ്ങൾക്കുള്ള ഒരു ഗോൾ സെറ്റിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു അതിലേക്കുള്ള ഒരു ഒരുക്കത്തിലേക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എൻ്റെ മുന്നോട്ടുള്ള വഴി വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എൻ്റെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴി എളുപ്പവും വളരെ വിശാലമായതുമാണ്, അല്ലെങ്കിൽ എളുപ്പമുള്ളതും സുതാര്യവുമാണ്. എൻ്റെ മുന്നോട്ടുള്ള വഴി എളുപ്പമുള്ളതും എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള എൻ്റെ വഴി എളുപ്പമുള്ളതും സുതാര്യമായതുമാണ്, എളുപ്പമുള്ളതാണ്. അതെപ്പോഴും ഇങ്ങനെ ഒരു മൈൻഡിൽ അഫർമേഷൻസ് പോലെ അല്ലെ, നിങ്ങളുടെ വഴി എളുപ്പമാകും. ഞാനിങ്ങനെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ മൈൻഡിൽ പറയും, യെസ് എൻ്റെ വഴി വളരെ എളുപ്പമാണ്, ഞാൻ മുന്നോട്ട്. അപ്പൊ ആ സമയത്ത് എൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ട് എൻ്റെ സ്കൂളിൽ എത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരു ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യാതെ നമ്മൾ വളരെ ഒരു സ്മൂത്ത് ആയിട്ട് നമ്മളങ്ങ് പോയിക്കൊണ്ടേയിരിക്കും. അതേപോലെ ഓരോന്നും ചെയ്യുന്ന സമയത്ത് ഒരു അഫർമേഷൻസ് നിങ്ങൾ കൊടുത്തോളാം. എൻ്റെ മുന്നോട്ടുള്ള വഴി എളുപ്പവും സുതാര്യമായതും തെളിഞ്ഞതുമാണ്. അല്ലേ? ഞാൻ കണ്ടുമുട്ടുന്ന ആളുകളെല്ലാം എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യത്തിലെത്താൻ എന്നെ സഹായിക്കുന്നവരാണ്. നിങ്ങൾ അങ്ങനെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് പറയുന്ന സമയത്ത് അങ്ങനെയുള്ള ആളുകളിലേക്ക് നിങ്ങൾ അട്രാക്റ്റഡ് ആകും. നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടുമുട്ടും. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവർ നിങ്ങളോട് ഇങ്ങോട്ട് പറയും. അപ്പൊ അങ്ങനെ ഒരു അഫർമേഷൻസ് കൊടുത്തോളൂ. അല്ലെ? ഞാൻ കണ്ടുമുട്ടുന്ന ആളുകൾ എന്നെ എൻ്റെ ലക്ഷ്യത്തിലെത്താൻ
സഹായിക്കുന്നു. അല്ല, എൻ്റെ മുന്നോട്ടുള്ള യാത്ര, എൻ്റെ വഴി, എൻ്റെ ഗോളിലേക്കുള്ള എൻ്റെ വഴി എളുപ്പമുള്ളതാണ്, തെളിഞ്ഞതാണ്, വ്യക്തമാണ്, ക്ലാരിറ്റി ഉണ്ട്. പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, ക്ലാരിറ്റി വരുത്തണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? അല്ലെ, കുറച്ച് സ്ട്രോങ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്? അല്ലെ, ഞാൻ എന്താണ് അതിന് നിർത്തേണ്ടത്? എന്താണ്, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എനിക്ക് ആർക്കാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി എവിടെയാണുള്ളത്? ആ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. അത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും നമ്മളുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് വരികയും ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഡൗട്ട്സോ ഫീഡ്ബാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് പരിചയമുള്ള ഒരുപാട് ആളുകളെ ഞാനിങ്ങനെ പേരൊക്കെ കാണുന്നുണ്ട്. എന്തായാലും സോ ഹാപ്പി നിങ്ങൾ എൻ്റെ സെഷനിൽ വന്നതിനും എൻ്റെ സെഷൻ കേട്ടിരുന്നതിനും ഒരുപാട് താങ്ക് യു സോ മച്ച്. ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കറിയാം ബിസിനസ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ചോദിക്കാനോ ഉണ്ടോ? സംശയങ്ങളോ? ഞാൻ 10 മണി മാം എങ്ങനെ അഫർമേഷൻ എന്തായിരുന്നു? ഞാൻ കണ്ടുമുട്ടിയ ആളുകളെല്ലാം എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാൻ കണ്ടുമുട്ടുന്നവരെല്ലാം എന്റെ ലക്ഷ്യത്തിലെത്താൻ എന്നെ സഹായിക്കുന്നു. പിന്നെ ഒരു അഫർമേഷനും കൂടി പറഞ്ഞില്ലേ? എന്റെ ലക്ഷ്യത്തിലേക്കുള്ള അല്ലെങ്കിൽ എന്റെ മുന്നോട്ടുള്ള വഴി, ആ മുന്നോട്ടുള്ള വഴി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ആ ലക്ഷ്യം കൂടെ മനസ്സിൽ കണ്ടോളൂ. ആ ലക്ഷ്യം എന്ന് വെറുതെ പറഞ്ഞാൽ പോരട്ടോ, അതിൽ ക്ലാരിറ്റി വരുത്തണം. ലക്ഷ്യം എന്താന്നുള്ള സ്പെസിഫിക് ആയി, ഇന്ന ലക്ഷ്യത്തിലേക്കുള്ള എന്റെ വഴി, ഇന്ന ലക്ഷ്യത്തിലേക്കുള്ള എന്റെ വഴി. താങ്ക് യു മനോജ് സർ, താങ്ക് യു, ഗുഡ് നൈറ്റ്. അപ്പൊ എന്റെ ലക്ഷ്യത്തിലേക്കുള്ള എന്റെ വഴി എളുപ്പവും തെളിഞ്ഞതുമാണ്, അല്ലെങ്കിൽ സുതാര്യവുമാണ്, വ്യക്തവുമാണ്. അതെന്താണോ നിങ്ങളുടെ മൈൻഡിന് എന്താണോ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക, ആ രീതിയിൽ നമ്മുടെ അഫർമേഷൻസ് ഒക്കെ അങ്ങനെയാണ് കേട്ടോ. ഒരു ജസ്റ്റ് 1-2 പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ഗോളുമായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്ത് എന്താ പറയാ, ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന അഫർമേഷൻസും അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വേർഡ്സും ആ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളതെന്ന് പറയാം. ഞാനൊരു അഫർമേഷൻസ് പറയുമ്പോൾ അത് നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യവുമായിട്ട് കണക്ട് ചെയ്തെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ കാരണം ഒരു കോഴ്സിൽ 10 ആള് വന്നാൽ 10 ആളുടെ ആവശ്യം 10 ആയിരിക്കും. ആ 10 ആൾക്ക് ഇതായി, നിങ്ങൾ ഇത് എഴുതിക്കോളൂ, നിങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ രീതിയിൽ നിങ്ങൾക്ക് മാറ്റി എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ അഫർമേഷൻസ് ഒക്കെ പ്രിപ്പയർ ആക്കി കൊടുത്തിട്ടുണ്ട്. സീനത്ത് മാം എവിടെയായിരുന്നു? അസ്സലാമലൈക്കും മാം. വലൈക്കും സലാം. ഗോൾ സെറ്റ് കേട്ടപ്പോ വന്നതാണ് കേട്ടോ. എന്റെ ഗോൾ സക്സസ് ആയി. താങ്ക് യു. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബാച്ച് 3 and 4 ആയിരുന്നു. അഡ്വാൻസിൽ ഇത് ചെയ്തതാണ് ഞാൻ. റെക്ടോറിയ ഫസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ലൈല മാമും റസീന മാമിനൊക്കെ എന്നെ വലിച്ച് മുമ്പിൽ കൊണ്ടുവന്നതാണ്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഒരു ഫോബിയ. ഞാന് I will introduce myself. ഞാൻ EFTയില് CC ആണ്. അപ്പൊ എനിക്ക് മലയാളം സംസാരിക്കണം. ഐ എം ഫ്രം ബാംഗ്ലൂർ. മലയാളം എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല. പിന്നെ ഈ മാമിന്റെ ഇത് ക്ലാസ് കേട്ടപ്പോ ശരി ഇവിടെ മലയാളം പഠിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ വന്നു. അൽഹംദുലില്ലാ എന്റെ മോന്റെ കല്യാണമാണ്. എന്റെ ഡ്രീം ഇതില് ബോർഡിൽ മോന്റെ കല്യാണം ഫസ്റ്റ് 2024 ഫിക്സ് ആക്കിയിരുന്നു ഞാന്. അൽഹംദുലില്ലാ എന്റെ മോള് അടിപൊളി ഫുൾ ഡിസ്റ്റിങ്ഷനിൽ പാസ് ആയിട്ടുണ്ട്. അതെല്ലാം എന്റെ ഡ്രീം ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് മാം. അച്ചീവ് ആയി മാം. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നമ്മുടെ പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിലും ഗോൾ സെറ്റിംഗിലും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ സീനത്ത് മാം. അപ്പൊ അതോടൊപ്പം തന്നെ ഞാൻ ഹീൽഡിയിൽ അതേ പറഞ്ഞിട്ടുള്ളൂ, പബ്ലിക് സ്പീക്കിംഗ് കോഴ്സിന്റെയും അടുത്ത ബാച്ച് ഒരു 11th കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അതിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ആവാം. ഓക്കെ, എന്റെ പ്രശ്നം ഞാൻ പറയാം മാം. ഞാൻ ഇംഗ്ലീഷിൽ തുടങ്ങും, ഞാൻ മലയാളത്തിൽ തുടങ്ങും, ഫീഡ്ബാക്ക് പറയാന്ന്. പിന്നെ ഇംഗ്ലീഷ് ആണോ മലയാളമാണോ മനസ്സിലാവില്ല. നൗ ഐ എം ഫോക്കസിങ് ഇൻ വൺ സൈഡ്. I can speak, I can talk. Alhamdulillah ma'am, I'm very very happy. റസീന മാമിനും ലൈല മാമിനും വെരി വെരി താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. എന്റെ വർക്കും അടിപൊളിയായി പോകുന്നുണ്ട്. എന്റെ മോന്റെ ബിസിനസ് പറയണ്ട, മണി ബ്ലോക്ക് ഒക്കെ പൊട്ടിപ്പോയി. എല്ലാം എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഫോബിയ ആയിരുന്നു, അതെനിക്ക് മനസ്സിലാക്കാം. താങ്ക് യു സോ മച്ച്.
അസ്സലാമു അലൈക്കും. അതാണ് വലൈക്കും സലാം. സംസാരിക്കാനും നമുക്ക് ഇതേപോലെ ഒരു സെഷനിൽ വന്നാൽ ഫീഡ്ബാക്ക് പറയാനും നമുക്ക് ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങാനും അല്ലെ എവിടെയായാലും നമുക്ക് വേണ്ട ഒരു സ്കില്ലും കൂടിയാണ് പബ്ലിക് സ്പീക്കിംഗ്. അപ്പൊ അതിലും താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം. ഈ 11th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ബാച്ച്. അപ്പോൾ നെക്സ്റ്റ് ബാച്ച് ഒരു സ്പെഷ്യൽ ബാച്ചാണ് 7 days സെഷൻ ആയിട്ടുള്ള. അതേപോലെ തന്നെ ഈ ഒരു കോഴ്സും. പിന്നെ ഇനി വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ലാന്ന് റസീന തോന്നുന്നു. മാം, നമ്മളിപ്പോ ഒരു നിഷ് സെലക്ട് ചെയ്തതിന് ശേഷം ഉം, നമ്മള് ബിലോങ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പില് ഉം, ഒരു കുറെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടു. എന്താ അപ്പോ ആ ഒരു രീതിയിലേക്ക് എനിക്ക് മാറണം എന്ന് തോന്നുന്നത്, നിഷ് മാറ്റിയിട്ട് വേറൊരു നിഷ് സെലക്ട് ചെയ്യുന്നത് ഉം, കുറച്ചുകൂടെ അതാണ് ആപ്റ്റ് ആവുന്നതെന്ന് തോന്നുന്നുണ്ട്. ഉം. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? അത് ഗോൾ സെറ്റിങ്ങിൽ ശരിയാവാത്തത് കൊണ്ടാണോ അങ്ങനെ ഒരു ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. കാരണം എന്താണെന്നറിയോ, നമുക്ക് തോന്നിയിട്ട് നമ്മളൊരു ഗോൾ സെലക്ട് ചെയ്തിട്ട് ആ ഗോൾ നമ്മൾ പ്ലാൻ ഒക്കെ ചെയ്തിട്ട് അതിൽ നമ്മൾ വർക്ക് ചെയ്ത് അച്ചീവ് ചെയ്ത് അത് നമ്മൾ അതിലേക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നാണ് ഇതല്ല ഞാൻ, ഇത് നമുക്ക് വർക്ക് ആവുന്നില്ല അല്ലെ? ആ സമയത്ത് അതിലേക്ക് അല്ലെങ്കിൽ കൂടി അതിലേക്ക് കറക്റ്റ് ഫോക്കസ് ചെയ്തല്ല വർക്ക് ചെയ്യുന്നെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. yes, ഓക്കെ. അതിൽ വീണ്ടും പക്ഷെ വീണ്ടും എനിക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മളെ പണ്ട് ചെയ്ത കാര്യത്തെക്കാൾ നമുക്ക് എളുപ്പത്തിലും അതേപോലെ തന്നെ കൂടുതൽ ഭംഗിയാക്കിയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ ദാറ്റ് ഇസ് യുവർ നിഷ്. അത് നിഷാണ്. അതിൽ നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യാം, അതിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അതിനെന്താണോ കൂടുതൽ പഠിക്കേണ്ടത് അത് പഠിക്കാം. അതിനുവേണ്ടി എന്താണോ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അതിൽ ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാടി കളിക്കുന്ന ഒരു സിസ്റ്റം അല്ല അത്. അത് നമുക്ക് മുമ്പ് ചെയ്തതിനേക്കാൾ ഭംഗിയായിട്ട് നമുക്ക് കോൺഫിഡൻസ് വേണം, ഇതെനിക്ക് ചെയ്യാൻ കഴിയും അല്ലെ, ചെയ്ത് കാണിക്കണം നമ്മൾ അല്ലെ. നമ്മൾ നിഷ് എന്ന് പറഞ്ഞ ഇപ്പൊ ഒരിക്കലും ഒന്ന് നമുക്ക് ക്ലാരിറ്റി തോന്നുന്നത് വരുത്താൻ മാത്രമല്ല. വേണ്ടി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിഷ് എന്ന് പറഞ്ഞ ഒരിക്കലും എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന തോന്നുന്ന കാര്യം മാത്രമല്ല നിഷ്. നമ്മളിത് ചെയ്യുമ്പോൾ വേറൊരാൾ നമ്മളോട് പറയാണ് യെസ് വാവ് വണ്ടർഫുൾ സൂപ്പർ, എന്ത് രസാതെ എവിടുന്നാ പഠിച്ചേ, ഇതെങ്ങനെയാ ചെയ്യുന്നേ, നന്നായിട്ടുണ്ടല്ലോ എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വർക്കിംഗ്. ഇറ്റ് ഈസ് വർക്കിംഗ്. അത് വർക്കിംഗ് ആണ്. മറ്റുള്ളവർക്ക് അതിന്റെ എഫക്ട് കിട്ടുന്നുണ്ട്. ദാറ്റ് ഇസ് യുവർ നിഷ്. അത് നമ്മുടെ നിഷാണ്. അതും കൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇത് work ഇമോഷൻസ് ചെയ്യുന്നുണ്ടോ ഞാൻ എന്നുള്ളത്. എന്റെ നിശ്ചയമായിട്ട് സെലക്ട് ചെയ്യുന്നതിന്റെ ആ സമയത്ത് തന്നെ എനിക്ക് 2 ക്ലയൻസ് വന്നു. അവര് ഈ PSC എക്സാമിന് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു അവരുടെ ഒരു പ്രോബ്ലം. രണ്ടുപേരും സെയിം ഇഷ്യൂ ആയിട്ട് വന്നതാണ്. ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്. ഓക്കെ. അപ്പൊ ഞാൻ ഈ മെഡിറ്റേഷനും അതുപോലെ എനിക്ക് അറിയുന്ന നോളജ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അവരെ ട്രാക്കിലാക്കി. ദേ ആർ ഓൺ ദ ട്രാക്ക് നൗ. ഇപ്പോ അടുത്ത വീക്ക് എക്സാം എഴുതാൻ പോവാണ് ഒരാൾ. നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നാ എനിക്ക് ഒന്നുകൂടെ ഈ ഇമോഷൻ ഞാൻ പറഞ്ഞല്ലോ, നിശ്ചയ ഞാൻ ഇമോഷൻസ് ആണ് സെലക്ട് ചെയ്തിരുന്നത്. എനിക്ക് തോന്നാ ഒന്നുകൂടെ നല്ലത് ക്ലാരിറ്റി കൊടുക്കുന്ന CC എന്താ ഒരു സെൻസിയുടെ ഒരു പ്രോഗ്രാമിംഗ് അത് ചെയ്താ മതിയോ? സിജിയുടെ ആണോ? സെൻസി ട്രെയിനിങ്ങിന്റെ ആണോ അത്? കോച്ചിന്റെ തന്നെ. ഓക്കെ ഓക്കെ. അത് ചെയ്താ മതിയോ എന്ന് തോന്നുന്നുണ്ട്. അതാണ് ഞാനൊന്ന് ക്ലാരിറ്റി വരുത്താൻ. അതില് നിങ്ങൾ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മടുപ്പില്ലാതെ 2-3 കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് മടുക്കാതെ ആര് എപ്പോ വന്നാലും അല്ലെ മാം എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെപ്പോ വന്നാലും അവർക്ക് ഒരു റിപ്ലൈ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവരെ ആശ്വസിപ്പിക്കാൻ മടുപ്പില്ലാതെ നിങ്ങൾ അവിടെ നിങ്ങൾ മോണിറ്ററി ബെനിഫിറ്റ് നോക്കരുത്. ഞാൻ ഇന്ന ആക്കി ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അയാൾ എനിക്ക് പണം തരുവാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാം. അതർവൈസ് പറ്റൂല. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് യുവർ നിഷ്. അത് നിങ്ങളുടെ നിഷ് അല്ല. പണിക്ക് നിങ്ങൾ പോവരുത്. ആ പണിക്ക് നിങ്ങൾ പോവരുത്. അതേസമയം എന്ന് വിചാരിച്ച് ക്യാഷ് വാങ്ങാതെ എപ്പോഴും ചെയ്തു കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ അതിന് നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ അതേപോലെ തന്നെ അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതൊക്കെ മടുപ്പില്ലാതെ ഏത് സമയത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറുണ്ട് മക്കളൊക്കെ ഡോക്ടർ ആവണം MBBS എടുക്കണം എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഏത് നട്ടപ്പാതിരക്ക് വിളിച്ചാലും പോകേണ്ട പ്രൊഫഷനാണ്. അതിനൊക്കെ നിനക്ക് പറ്റുമെങ്കിൽ അല്ലേ, ഇപ്പം നമുക്ക് പേഴ്സണൽ ലൈഫ് ഒന്നും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് വരൂല. എപ്പോ വിളിച്ചാലും പോണം, നമ്മൾ വർക്ക് അല്ലെ വർക്ക്ഹോളിക് ആയിരിക്കണം എന്നൊക്കെ. അപ്പൊ അത്
അതേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് മടുപ്പില്ലാതെ വെറുപ്പില്ലാതെ എൻജോയ് ചെയ്ത് എത്ര സമയം വേണമെങ്കിലും ഞാൻ ചെയ്തു എന്നുള്ള ഫീലിംഗിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ നിശ്ച, അതിനെ നിങ്ങൾ പോകാവൂ. അതർവൈസ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ ആ ഒരു പ്രൊഫഷനായിട്ട് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉദ്ദേശിച്ച സക്സസ്ഫുൾ ആവില്ല അത്. ഓക്കെ മോണിറ്ററി ബെനിഫിറ്റ്സ് അല്ല എന്റെ മൈൻഡിലേക്ക് ഫസ്റ്റ് വരുന്നത്. അല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ആൾക്കാരെ ഇതും അതേപോലെ തന്നെ ആളുകളെ ഹെൽപ്പ് ചെയ്യാനും അതേപോലെ തന്നെ ആളുകൾക്ക് ഇത് ബെനിഫിറ്റ് ആവണം, അവരവിടെ വർക്ക് ചെയ്യണം, അവർക്ക് റിസൾട്ട് കിട്ടണം. റിസൾട്ട് കിട്ടുകയും വേണം, അവർക്ക് അതിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, അവർ ഹാപ്പി ആയിരിക്കണം, അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കണം. അതിൽ അവർ നമ്മളോട് ചോദിക്കണം, യെസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ അഭിനന്ദിക്കണം. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നിശ്ചയാണ്. ആ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഓക്കെ ഓക്കെ മാം. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ഗുഡ് നൈറ്റും ബായും ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. സീനത്ത് മാം, ഞാൻ എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭ രാത്രി നേരാണ്. ഇനി ആർക്കും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.